അറിഞ്ഞില്ലേ എന്ത്? ശോഭന, രോഹിണി ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഗോസിപ്പുകൾ ഞങ്ങൾ ആ കാലത്ത് വായിച്ചിട്ടുണ്ട്. ഏത് കള്ളപ്പന്നിയാണോ പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. അല്ല, വയസ്സ് ഇത്ര ആയില്ലേ, ബയോളജിക്കലി നടക്കേണ്ടത് എല്ലാം. ഗോസിപ്പുകള് ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് ഞാൻ 18-19 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരുന്നു ആ സമയത്തൊക്കെ. നല്ല പ്രായം. പറഞ്ഞോ. അപ്പം ഒരു ടീനേജർ എന്ന് പറയാം. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം വരുന്നു. എപ്പോ? ശോഭനയും രോഹിണിയും ഒക്കെ ആയിരുന്നു എൻ്റെ അധികം പടത്തിലെ ഹീറോയിൻസ്. ഭാഗ്യം മാത്രമല്ല മാരാരെ, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. യൗവന ഇങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. അപ്പം ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് ഞാൻ പറയും, ശോഭന നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? കോരി തരട്ടെ. ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ അന്നത്തെ ഒരു ഒരു 4-5-6 കൊല്ലം അതായിരുന്നു ബാച്ചിലർ ലൈഫ്. അപ്പൊ എന്റെ ബൈക്ക് ഉണ്ടാവും, ആ ബൈക്കിലിരുന്ന് അങ്ങനെ ചുറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി ഐസ്ക്രീം കഴിക്കുക, പോവുക, അതൊക്കെ ആയിരുന്നു. താൻ ആള് കൊള്ളാവല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഇത് പിന്നെ നിങ്ങളെ പോലെ ആൾക്കാർ അത് കണ്ടിട്ട് വേറെ രീതിയിൽ എഴുതി. ഇത് പിന്നെ നിങ്ങളെ പോലെ ആൾക്കാർ അത് കണ്ടിട്ട് വേറെ രീതിയിൽ എഴുതി. അതല്ല ഉദ്ദേശം, മാറി. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതൊക്കെ ആയിരുന്നു. Don't make me a fool. Don't ask foolish questions, okay? റഹ്മാനെ സംബന്ധിച്ചുള്ള വേറൊരു കൗതുകം, ഇങ്ങോട്ടൊന്നും പറയണ്ട. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.